യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഭർത്താവായ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നിശബ്ദതയിലും ലാളിത്യത്തിലും പൂർത്തിയാക്കിയ നസ്രത്തിലെ ഔസേപ്പിൻ്റെ മറഞ്ഞിരുന്ന ജീവിതത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിലെ അംഗമായ ഔസേപ്പ് ക്രിസ്തുവിൻ്റെ വളർത്തുപിതാവും രക്ഷകനുമാകുന്നു. വ്യക്തിപരമായ ആശയക്കുഴപ്പത്തിനിടയിൽ തൻ്റേതായ തീരുമാനങ്ങളിലേക്ക് നീങ്ങാതെ ദൈവത്തിൻ്റെ സ്വരവും സന്ദേശവും മടികൂടാതെ ഔസേപ്പ് അനുസരിക്കുന്നു. ഭർത്താവായാലും പിതാവായാലും സമർപ്പണ ജീവിതം നയിക്കുന്നവരായാലും ആദ്യം കേൾക്കുന്നവരാകണം. കേൾക്കാത്ത സ്നേഹം സ്വാർത്ഥമാണ്. യഥാർത്ഥ സ്നേഹത്തിൻ്റെ വില വിട്ടുകൊടുക്കുക എന്നതാണ്. വിശുദ്ധ ഔസേപ്പിന് തൻ്റെ ജീവിതത്തെക്കുറിച്ച് സ്വന്തം പ്രതീക്ഷകളും പദ്ധതികളും ഉണ്ടായിരുന്നു. എന്നാൽ ദൈവപദ്ധതിക്കായി സമർപ്പിക്കുമ്പോൾ മറിയത്തെയും അവൾ വഹിക്കുന്ന രഹസ്യത്തെയും സ്വീകരിക്കുന്നു. ത്യാഗപരമായ സ്നേഹം ഒരാളെ നശിപ്പിക്കുന്നില്ല, മറിച്ച് ഹൃദയം വിശാലമാക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു. യഥാർത്ഥ ദാമ്പത്യ സ്നേഹം വേഗത്തിൽ കുറ്റപ്പെടുത്തുന്നില്ല. അത് ക്ഷമയുള്ളതും സഹാനുഭൂതിയുള്ളതുമാണ്. ജീവനെ വളർത്തുന്ന, സംരക്ഷിക്കുന്ന, പരിപാലിക്കുന്ന ഔസേപ്പ് അംഗീകാരം തേടുന്നില്ല. കുടുംബത്തിലായാലും സമർപ്പണ ജീവിതത്തിലായാലും മറഞ്ഞ ത്യാഗങ്ങളാണ് ഏറ്റവും വലിയ ഫലം നൽകുന്നത്. ഔസേപ്പ് ധൈര്യത്തോടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ മറിയത്തെ സ്വീകരിക്കുകയും കുഞ്ഞിന് യേശു എന്ന പേര് നൽകുകയും ചെയ്യുന്നു. കുടുംബജീവിതമായാലും പൗരോഹിത്യ ജീവിതമായാലും സമർപ്പണ ജീവിതമായാലും ഉത്തരവാദിത്വ ബോധത്തോടെയും ത്യാഗത്തോടെയും സ്നേഹത്തോടെയും മറ്റുള്ളവർക്കായി ജീവൻ നൽകാനും വേണ്ട കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. വിശ്വസ്ത ഭർത്താവും സഭയുടെ രക്ഷകനുമായ വിശുദ്ധ ഔസേപ്പെ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ.